എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ബ്ലോക്ക് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 1-നകത്ത് വരുന്ന ബ്ലോക്ക് 1-ന്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പേപ്പറിനകത്ത് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സോഷ്യോളജിയാണ്. എങ്ങനെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെടുന്നത്, അതുപോലെ തന്നെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി രൂപപ്പെടുത്തുന്നതിൽ സമൂഹത്തിന്റെ പങ്ക് എന്താണ്, ഹൗ ഡു പീപ്പിൾ ആർ കണക്റ്റഡ് വിത്ത് സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമായിട്ട് സമൂഹവും സമൂഹത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ പിന്നെ സംസ്കാരം, പൊളിറ്റിക്സ്, എക്കണോമി, ഇതൊക്കെ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഈ ഒരു പേപ്പറിനകത്ത് ചർച്ച ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ബ്ലോക്ക് 1-ന്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ അതിനകത്ത് വരുന്ന ഒന്നാമത്തെ യൂണിറ്റാണ് STS ആൻഡ് പെസ്റ്റ് എന്നുള്ളത്. അപ്പം ഇവിടെ STS എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് STS എന്നുള്ളത്. പെസ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് എൻഗേജ്മെന്റ് വിത്ത് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റുകളാണ് ഈ ഒരു യൂണിറ്റ് 1-നകത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ STS എന്ന് പറയുന്ന ഒരു ഹെഡിങ് കാണാം, പേജ് നമ്പർ 3-ല് സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി സ്റ്റഡീസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിനകത്ത് കുറച്ചധികം എന്താ പറയുക ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരു എന്താ പറയുക, എങ്ങനെയാണ് ഹൗ സൊസൈറ്റി ഈസ് കണക്റ്റഡ് വിത്ത് സയൻസ് ആൻഡ് ടെക്നോളജി. അതുപോലെ തന്നെ ഈ സയൻസ് ഫ്രീ ഫ്രം സോഷ്യൽ ഇൻഫ്ലുവൻസ് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സയൻസ് എന്ന് പറയുന്നത് സാമൂഹിക സ്വാധീനത്തിൽ നിന്ന്, അതായത് സൊസൈറ്റിയിലെ എന്താ പറയുക സാധാരണ ജനങ്ങളിൽ നിന്ന് സയൻസ് വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണോ, അതല്ല ഓർ വെദർ സയൻസ് ഈസ് ഷേപ്ഡ് ബൈ ഹ്യൂമൻ വാല്യൂസ്, മനുഷ്യന്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണോ ശാസ്ത്രം രൂപപ്പെടുന്നത്. ഇങ്ങനത്തെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ചോദ്യമാണ് ഇതിനകത്ത് ഉയർത്തുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയാണ് സയൻസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, യഥാർത്ഥത്തിൽ സയൻസിനെ സൊസൈറ്റിയുമായിട്ട്, സൊസൈറ്റിയുടെ വാല്യൂസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിനകത്ത് വരുന്നത്. സോ മെനി thinkers, many people argued that എന്താണ് scientific facts are constructed through social interactions, culture and power. അപ്പം ശാസ്ത്രം അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയും സമൂഹവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്നും സയൻസ് രൂപപ്പെടുന്നത് സമൂഹത്തിന്റെ സോഷ്യൽ ഇന്ററാക്ഷന്റെ ഭാഗമാണ്, സാമൂഹിക ബന്ധങ്ങളിലൂടെയും സംസ്കാരങ്ങളിലൂടെയും അതുപോലെ തന്നെ അധികാരങ്ങളിലൂടെയും ഒക്കെയാണ് സയൻസ് രൂപപ്പെടുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എൻറ്റൈറ്റി അല്ല, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയുമായിട്ട് വേറിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വേറിട്ട് കാണേണ്ട ഒരു സംഗതി അല്ലെന്നും അതാണ് ഇവിടെ പറയുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി ആർ നോട്ട് സെപ്പറേറ്റ് ഫ്രം സൊസൈറ്റി, സൊസൈറ്റിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ല സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. വെദർ സയൻസ് ആൻഡ് ടെക്നോളജി ആർ പാർട്ട് ഓഫ് സൊസൈറ്റി, ആർ എന്താ പറയുക ക്ലോസ്ലി കണക്റ്റഡ് ടു സൊസൈറ്റി. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി ആർ ഷേപ്ഡ് ബൈ ഹ്യൂമൻ ഇന്ററാക്ഷൻ, ഹ്യൂമൻ വാല്യൂസ്, ഹ്യൂമൻ കൾച്ചർ. ഓക്കെ, അപ്പം സയൻസ് ആൻഡ് ടെക്നോളജി രൂപപ്പെടുന്നത് മനുഷ്യനുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കങ്ങളുടെ ഭാഗമായിട്ടാണ്, അതുപോലെ തന്നെ മാനുഷിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അതുപോലെ തന്നെ മനുഷ്യന്റെ സംസ്കാരത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സയൻസ് ആൻഡ് ടെക്നോളജി രൂപപ്പെടുന്നത് എന്നുള്ള വളരെ ആമുഖപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നീട് നമുക്ക് പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്, ഡെവലപ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ അതിനകത്ത് സോഷ്യോളജി ഓഫ് സയന്റിഫിക് നോളജ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് സയന്റിഫിക് നോളജ് ആണ്. ഈ ഒരു സയന്റിഫിക് നോളജ് നമുക്കറിയാം ഇത് 18-19 നൂറ്റാണ്ട് കാലഘട്ടത്തില് എൻലൈറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്. ഈവൻ അതിന് മുൻപ്
ഒക്കെ വരുന്ന ഒരു സംഗതിയാണ് സയന്റിഫിക് നോളജ് എന്ന് പറയുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബേസ് എന്ന് പറയുന്നതാണ് സയന്റിഫിക് നോളജാണ്. ഇനി ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സയന്റിഫിക് നോളജ് എങ്ങനെ ഉണ്ടായി. ഓക്കെ, വാട്ട് ഈസ് എ സോഷ്യോളജി ഓഫ് സയന്റിഫിക് നോളജ്. അപ്പോൾ ഈ സയന്റിഫിക് നോളജ് എന്ന് പറയുന്നത് അഗെയിൻ ഇറ്റ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് ടു പൊളിറ്റിക്സ്. ഓക്കെ, ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, സയന്റിഫിക് നോളജ് ഈസ് ആക്ച്വലി ഷേപ്ഡ് ബൈ ഹ്യൂമൻ വാല്യൂസ്, ഹ്യൂമൻ പൊളിറ്റിക്സ്, കൾച്ചർ എക്സെട്ര. ഓക്കെ, അപ്പം ശാസ്ത്രീയപരമായിട്ടുള്ള അറിവുകളാണെങ്കിൽ പോലും അത് മനുഷ്യന്റെ മൂല്യങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നും ഒക്കെ രൂപപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതായത് സയന്റിഫിക് നോളജ് ഈസ് സംതിങ് നോട്ട് സെപ്പറേറ്റ് ഫ്രം സൊസൈറ്റി ഓർ ഇറ്റ്സ് പീപ്പിൾ. ഓക്കെ, ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ വേറിട്ട് നിൽക്കുന്ന ഒരു സംഗതിയല്ല സയന്റിഫിക് നോളജ് എന്നുള്ളത്. പകരം സയന്റിഫിക് നോളജ് ഈസ് ആൾസോ ഷേപ്ഡ് ബൈ ഹ്യൂമൻ വാല്യൂസ്, കൾച്ചർ ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഡെവലപ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പല ഘട്ടങ്ങളാക്കി തിരിച്ചുകൊണ്ടാണ് ഈ ഒരു യൂണിറ്റിനകത്ത് വിശദീകരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ഘട്ടമാണ് ഫേസ് 1 എന്ന് പറയുന്നത്. ഫേസ് വണ്ണിനകത്ത് ഒന്നാമത്തെ ഘട്ടത്തിനകത്ത് പരിശോധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സോഷ്യോളജി ഓഫ് സയന്റിഫിക് നോളജ് എന്നുള്ളത്. അതായത് ശാസ്ത്രീയപരമായിട്ടുള്ള അറിവുകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ഈ ഒരു സെക്ഷനിൽ വിശദീകരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ശാസ്ത്രീയപരമായിട്ടുള്ള അറിവുകളൊക്കെ എന്താണ് സമൂഹവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നു. സാമൂഹിക പ്രതിഭാസങ്ങൾ ഈ സയന്റിഫിക് നോളജിനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ കൾച്ചറൽ ഫോംസ്, ഇതൊക്കെ ശാസ്ത്രീയപരം. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ശാസ്ത്രത്തിന്റെ ഒരു ഉത്ഭവം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ യൂറോപ്പിലാണ്. ഈ യൂറോപ്പിൽ ശാസ്ത്രീയപരമായിട്ടുള്ള അറിവുകളും റീസണിങ്ങും റാഷണലിസവും ഒക്കെ ഉണ്ടാകുന്നത് യൂറോപ്പിന്റെ എന്താ പറയാ തനതായിട്ടുള്ള ഒരു കൾച്ചറൽ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംഗതികളൊക്കെ ഉടലെടുക്കുന്നത്. നമുക്കറിയാം, യൂറോപ്പിന്റെ ഒരു സാംസ്കാരിക പാരമ്പര്യം ഈ യുക്തിചിന്ത രൂപപ്പെടുന്നതിലും അതുപോലെ തന്നെ റാഷണലിസം രൂപപ്പെടുന്നതിലും അതുപോലെ തന്നെ സമത്വം, ഇക്വാലിറ്റി, ഫ്രാറ്റർണിറ്റി തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ രൂപപ്പെടുന്നതിലും യൂറോപ്പിന്റെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന് വലിയ ഒരു പങ്കുണ്ട്. അപ്പൊ ഇത് പറയുന്ന ശാസ്ത്രീയപരമായിട്ടുള്ള അറിവുകളാണെങ്കിലും പോലും, റീസണിങ് ആണെങ്കിൽ പോലും, യുക്തിപരമായിട്ടുള്ള ചിന്ത, അതൊക്കെയാണ് സയൻസിന്റെ ഒരു ബേസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ രൂപപ്പെടുന്നതിൽ ആ ഒരു പ്രദേശത്തെ സംസ്കാരത്തിനും അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും ഒക്കെ വലിയ പങ്കുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻലൈറ്റ്മെന്റ് ഒക്കെ എന്താണ് സമൂഹത്തെ ശാസ്ത്രീയപരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ എൻലൈറ്റ്മെന്റിനൊക്കെ വലിയ പങ്കുണ്ട്. എൻലൈറ്റ്മെന്റ് ഈസ് എ പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ലെ, അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റമായിരുന്നു. അപ്പം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സയൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട സംഗതിയല്ല, പകരം സമൂഹത്തിന്റെ ഓരോ സംഭവ വികാസങ്ങളും എന്ത് ചെയ്യുന്നു, ശാസ്ത്രത്തെയും ശാസ്ത്രീയപരമായിട്ടുള്ള അറിവുകളെയും രൂപപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഒന്നാമത്തെ ഫേസിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനകത്ത് ഫേമസ് തിങ്കേഴ്സ് ലൈക്ക് ഡേവിഡ് ബ്ലോർ, അതുപോലെ തന്നെ ബേരി ബേൺസ്, അതുപോലെ തന്നെ ഡേവിഡ് മെക്കൻസി, ബ്രൂണോ ലെറ്റർ, ഇങ്ങനത്തെ കുറെ തിങ്കേഴ്സ് ഉണ്ട്. ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയും അതുപോലെ തന്നെ സൊസൈറ്റിയും തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷനെ കുറിച്ച്, അതിൻ്റെ ഒരു ബന്ധത്തെക്കുറിച്ച് ആധികാരികമായിട്ട് വിശദീകരണം നടത്തിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പേജ് നമ്പർ 4 സോഷ്യൽ ഷേപ്പിംഗ് ഓഫ് ടെക്നോളജി. ഓക്കെ, സോഷ്യൽ ഷേപ്പിംഗ് ഓഫ് ടെക്നോളജി. ഓക്കെ, അതായത് സാങ്കേതിക വിദ്യയുടെ ഒരു സാമൂഹികപരമായിട്ടുള്ള രൂപീകരണം. ഓക്കെ, ആ ഒരു ഹെഡിങ് തന്നെ നമുക്ക് എന്താ പറയാ വളരെ അർത്ഥവത്തായിട്ടുള്ള എങ്ങനെയാണ് സാങ്കേതിക വിദ്യ സമൂഹവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹം എങ്ങനെയാണ് സാങ്കേതിക വിദ്യകളെ നിർമ്മിച്ചെടുക്കുന്നത് എന്ന് പറയുന്ന ഒരു ആശയമാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സോഷ്യൽ ഷേപ്പിംഗ് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ളത് അതൊരു പുസ്തകത്തിന്റെ പേരാണ്. ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1985. അപ്പം ഇതിനകത്ത് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്, ഹു റിട്ടൺ ദി ബുക്ക് സോഷ്യൽ ഷേപ്പിംഗ് ഓഫ് ടെക്നോളജി. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ മറ്റൊരു പുസ്തകമുണ്ട്, ദി സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ടെക്നോളജിക്കൽ സിസ്റ്റം.
ഓക്കെ, സാങ്കേതിക വിദ്യകളെ എങ്ങനെയാണ് സാമൂഹികപരമായിട്ട് നിർമ്മിച്ചെടുക്കുന്നത്, ഇങ്ങനെ രണ്ട് പുസ്തകങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പുസ്തകത്തിനകത്ത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്. ഈ പുസ്തകത്തിനകത്ത് ഈ ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തെ ഈ പുസ്തകം ചോദ്യം ചെയ്യുന്നുണ്ട്, പുസ്തകം ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം എന്നുള്ളത്. അപ്പൊ ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത് എന്താണ്, ടെക്നോളജി ഇവോൾവ് നാച്ചുറലി എന്നുള്ളതാണ്. അതായത് ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവോൾവ് ചെയ്യുന്നതാണ്, രൂപാന്തരപ്പെടുന്നതാണ്. അതിനകത്ത് മനുഷ്യന്റെ യാതൊരു തരത്തിലുള്ള, അതായത് മനുഷ്യന്റെ എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ സംസ്കാരങ്ങൾ, മനുഷ്യന്റെ ഇന്ററാക്ഷൻസ്, ഇതിനൊന്നും ഒരു പങ്കുമില്ല. ടെക്നോളജി സ്വമേധയാ നാച്ചുറലായിട്ട് രൂപപ്പെടുന്നതാണ്. അത് ഇൻഡിപെൻഡന്റ് ഓഫ് ഹ്യൂമൻ ഇൻഫ്ലുവൻസ്, മനുഷ്യന്റെ സ്വാധീനം അതിനകത്ത് വരുന്നില്ല എന്നുള്ളൊരു ആശയമാണ് ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആശയത്തെ ഈ രണ്ട് പുസ്തകങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവര് ഈ ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്ന ആശയത്തെ ഇവർ ചാലഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ടെക്നോളജി ഈസ് ആക്ച്വലി എന്താണ്, ഇവോൾവ്ഡ് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമൻ വാല്യൂസ്, പവർ സ്ട്രക്ചേഴ്സ് എക്സെട്ര. ഓക്കെ, അപ്പൊ ടെക്നോളജി രൂപപ്പെടുന്നത് മനുഷ്യന്റെ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടും, മനുഷ്യ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടും, അതുപോലെ തന്നെ മനുഷ്യന്റെ അധികാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ടെക്നോളജി രൂപപ്പെടുന്നത്. അല്ലാതെ ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം പറയുന്നത് പോലെ ടെക്നോളജി സ്വമേധയാ രൂപപ്പെടുന്നതല്ല, അതിനകത്ത് മനുഷ്യന്റെ സ്വാധീനം ഇല്ല എന്നുള്ള വാദം തെറ്റാണ് എന്നുള്ളൊരു ആശയമാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു തരുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളത് സൊസൈറ്റിയുമായിട്ടും ജനങ്ങളുമായിട്ടും എന്താണ്, ആളുകളുടെ മൂല്യങ്ങളുമായിട്ടും സംസ്കാരവുമായിട്ടും ഒക്കെ വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പേപ്പറിന്റെ പേര് സയൻസ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്നുള്ളത്. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി അങ്ങനെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളതിനെ വിശദീകരിക്കും. ഇനി ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സോഷ്യോളജി സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനകത്ത് പരിശോധിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആർ നോട്ട് ജസ്റ്റ് അബൌട്ട് കോൾഡ് ഫാക്ട്, ദേ ആർ ഷേപ്ഡ് ബൈ സൊസൈറ്റി. അപ്പം ഈ കോൾഡ് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഷേധിക്കാനാവാത്തൊരു യാഥാർത്ഥ്യമാണ്, അതിന് മറ്റൊന്നുമായിട്ട് ബന്ധമില്ല എന്നുള്ളൊരു ആശയത്തെ എന്ത് ചെയ്യുന്നു, സോഷ്യോളജി സ്റ്റുഡൻസ് എതിർക്കുന്നു. എന്നിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആർ ഷേപ്ഡ് ബൈ സൊസൈറ്റി. യഥാർത്ഥത്തിൽ സൊസൈറ്റിയാണ് സയൻസിനെയും ടെക്നോളജിയെയും ഒക്കെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് വാട്ട് വി കോൾ സയന്റിഫിക് ട്രൂത്ത് ഈസ് ക്രിയേറ്റഡ് ത്രൂ ഹ്യൂമൻ ഇന്ററാക്ഷൻ, കൾച്ചർ ആൻഡ് വാല്യൂസ്. നമ്മൾ ശാസ്ത്രീയപരമായിട്ടുള്ള സത്യങ്ങൾ എന്ന് പറയുന്നത്, ശാശ്വതമായിട്ടുള്ള സത്യങ്ങൾ എന്ന് പറയുന്നത് ആക്ച്വലി ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ഇന്ററാക്ഷൻ, കൾച്ചർ ആൻഡ് വാല്യൂസ്. മനുഷ്യന്റെ വ്യവഹാരങ്ങളിലൂടെയും മനുഷ്യന്റെ സംസ്കാരങ്ങളിലൂടെയും മൂല്യങ്ങളിലൂടെയുമാണ് ഈ പറയുന്ന സയന്റിഫിക് ട്രൂത്ത് രൂപപ്പെടുന്നത് എന്നുള്ളതാണ് മറ്റൊരു വാദം. അതുപോലെ തന്നെ മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ടെക്നോളജി ഡോണ്ട് ഡെവലപ്പ് ഓൺ ദെയർ ഓൺ. ഓക്കെ, ടെക്നോളജി എന്ത് ചെയ്യില്ല, സ്വമേധയാ ഒരു ടെക്നോളജി രൂപപ്പെടുന്നില്ല. പകരം എന്താണ്, ടെക്നോളജി ഈസ് ആക്ച്വലി റിഫ്ലക്ട് ദ ചോയ്സസ്, പ്രയോറിറ്റീസ്, പവർ ഓഫ് ദോസ് ഹു ഡിസൈൻ ദം. അപ്പോൾ ടെക്നോളജിക്കകത്ത് അതിനകത്ത് ചോയ്സസ് വരുന്നുണ്ട്, അതിനകത്ത് മുൻഗണനകൾ, പ്രയോറിറ്റീസ് വരുന്നുണ്ട്, അതിനകത്ത് അധികാരം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ടെക്നോളജി രൂപപ്പെടുന്നത്, അല്ലാതെ ടെക്നോളജി സ്വമേധയാ രൂപപ്പെടുന്നതല്ല എന്നുള്ളൊരു ആശയം. അതുപോലെ തന്നെ നാലാമതായിട്ട് പറയുന്നത് കുറച്ച് ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഹൂ വോയിസസ് ആർ ഹിയർഡ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആരുടെ ശബ്ദമാണ് ഉയർന്നു വരുന്നത്? ഹൂ ലെഫ്റ്റ് ഔട്ട്, ആരാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്? അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജിയെ സ്വാധീനിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി മൂലം മാറ്റപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അപ്പം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ സൊസൈറ്റിയുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫേസ് 1-നകത്ത് പറയുന്നത്. ഈ ഫേസ് 2-ല് നമുക്ക് നോക്കാം. പേജ് നമ്പർ 4-നകത്ത് ഫേസ് 2 സയൻസ് മീറ്റ് സൊസൈറ്റി എന്നുള്ള ഭാഗമാണ്. ഓക്കെ, ശാസ്ത്രം സമൂഹത്തെ എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു. ഓക്കെ,
ഓക്കെ എന്നുള്ള ഒരു ആശയമാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗത്തിനകത്ത് ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ചില ക്വസ്റ്റ്യൻസ് ഉയർത്തുന്നുണ്ട്. ഓക്കെ, ആ ചോദ്യം എങ്ങനെയാണ് സയൻസ് സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, യഥാർത്ഥത്തിൽ സമൂഹവുമായിട്ട് ഈ സയൻസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സൊസൈറ്റിയുമായിട്ട് സയൻസ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഈ സയൻസ് ആൻഡ് ടെക്നോളജി സൊസൈറ്റിയുമായിട്ടുള്ള ഒരു ബന്ധം, അതിൻ്റെ ഒരു രണ്ടാം ഘട്ടമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നാം ഘട്ടത്തിനകത്ത് ഉയർത്തിയിരുന്ന വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സയന്റിഫിക് നോളജ് ഒബ്ജക്റ്റീവ്, അതായത് ശാസ്ത്രീയപരമായിട്ടുള്ള അറിവുകൾ വസ്തുനിഷ്ഠമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമൊക്കെയായിരുന്നു നമ്മൾ ഒന്നാം ഘട്ടത്തിനകത്ത് അധികവും ഉയർത്തിയിരുന്നത്. ആ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള അറിവുകൾ എങ്ങനെയാണ് മനുഷ്യ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെയായിരുന്നു നമ്മൾ ഒന്നാം ഘട്ടത്തിനകത്ത് പ്രധാനമായിട്ടും പരിശോധിച്ചിരുന്നത്. എന്നാൽ 1980കളൊക്കെ ആയപ്പോഴേക്കും എന്ത് ചെയ്തു, ഈ സോഷ്യോളജിസ്റ്റ് അതിന്റെ ഫോക്കസിൽ ചില മാറ്റങ്ങൾ വരുത്തി. അവർ കുറച്ചും കൂടി എന്ത് ചെയ്തു, ഹൗ സയന്റിഫിക് നോളജ് ഈസ് യൂസ്ഡ് ഇൻ റിയൽ ലൈഫ് പബ്ലിക് സിറ്റുവേഷൻസ്, ശാസ്ത്രീയപരമായിട്ടുള്ള അറിവുകൾ മനുഷ്യ ജീവിതത്തിനകത്ത് എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിലേക്ക് അതിൻ്റെ ഒരു ഷിഫ്റ്റ് ഫോക്കസ് മാറി എന്നുള്ളതാണ് ഈ രണ്ടാം ഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ മറ്റൊരു സംഗതി ഇതിനകത്ത് അവർ നോക്കിക്കണ്ടിരുന്നത് വൈ ആർ ഓർഡിനറി പീപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ സയൻസ് റിലേറ്റഡ് ഡിസിഷൻസ്. ഓക്കെ, അപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സയൻസുമായി ബന്ധപ്പെട്ട ശാസ്ത്രവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ എങ്ങനെയൊക്കെയായിരുന്നു ബന്ധപ്പെട്ടിരുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെയായിരുന്നു. അപ്പൊ കുറച്ചും കൂടി എന്ത് ചെയ്തു, രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും സയൻസ് ആൻഡ് ടെക്നോളജി ജനങ്ങളുമായിട്ട് എങ്ങനെയൊക്കെ ഇടപഴകുന്നു എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തി. കുറച്ചും കൂടി ഓക്കെ അടുത്തു, സയൻസ് ആൻഡ് ടെക്നോളജിയും സൊസൈറ്റിയും തമ്മിൽ കുറച്ചും കൂടി അടുത്ത ഒരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പേജ് നമ്പർ 5 വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫേമസ് എക്സാമ്പിൾ കെയിം ഫ്രം ബ്രിയാൻ വെയിൻ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ്, ഓക്കെ, ഹു ഹാവ് സ്റ്റഡീഡ് എന്താണ് പബ്ലിക് റെസ്പോൺസസ് റിഗാർഡിംഗ് ന്യൂക്ലിയർ ടെക്നോളജി ഇൻ UK. യു കെയിലെ ന്യൂക്ലിയർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ എന്താണ് കാഴ്ചപ്പാടുകളെ കുറിച്ച് അദ്ദേഹം ഒരു പഠനം നടത്തി. ഓക്കെ, എന്നിട്ട് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ന്യൂക്ലിയർ പ്ലാന്റ് ആളുകൾക്ക് ഒരു ഡേഞ്ചർ ആവുന്നത്, ന്യൂക്ലിയർ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഓക്കെ സമൂഹത്തിനകത്ത് ഉണ്ടാകുന്ന എന്താണ് ഭീതികൾ, ഓക്കെ ഇതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പൊതുജനങ്ങളിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ അദ്ദേഹം രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മറ്റൊരു എക്സാമ്പിൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. 1990കളിൽ എന്താണ് കടലിൽ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ഓയിൽ എന്താണ് റിസർവോയറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ പേര് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, എന്താണ് ബ്രന്റ് സ്പാർ ഓയിൽ പ്ലാറ്റ്ഫോം എന്നുള്ളത്. അപ്പൊ 1990കളിൽ എന്താ പറയാ ഈ ഒരു ഓയിൽ റിസർവോയർ ഒരു ഏകദേശം 140 മീറ്ററിലധികം ഉയരമുള്ള വലിയൊരു ഓയിൽ റിസർവോയർ ആണ്. ഇത് അതിന്റെ ഉപയോഗശൂന്യമായ ഘട്ടത്തിൽ ഇത് കടലിലേക്ക് എന്താണ് താഴ്ത്തിക്കളയാം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തുകയും അതിനെതിരെ ഗ്രീൻ പീസ് പോലെടുത്ത സംഘടനകൾ സമരം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യവും അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പം ഈ സംഗതികളിലൊക്കെ അപ്പോൾ ഈ ശാസ്ത്രീയ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളുടെ ഒരു ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം സയൻസ് ആൻഡ് ടെക്നോളജി എങ്ങനെ ജനങ്ങളെ റിയൽ ലൈഫ് സിറ്റുവേഷനെ എങ്ങനെ ബാധിക്കുന്നു, ഇത്തരം ഒരു ചോദ്യമായിരുന്നു നമ്മൾ നേരത്തെ ഉയർത്തിയിരുന്നത്. അപ്പൊ ഇതൊക്കെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നും ജനങ്ങളെ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നും ജനങ്ങൾ അതിനകത്ത് ഇടപെടുന്നുണ്ട് എന്നുള്ളൊരു ആശയത്തിലേക്ക് ഇത് എത്തുന്നു. ഓക്കെ, ഇനി അതിനകത്ത് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സയൻസ് ഇൻ സൊസൈറ്റി ഹു ഡിസൈഡ് വാട്ട് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് ഉണ്ട്. ഓക്കെ, സയൻസ് ഇൻ സൊസൈറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ സമൂഹത്തിനകത്ത് ശാസ്ത്രത്തിന്റെ ഒരു സ്വാധീനം, അപ്പൊ അതിനകത്ത് ആരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? ഓക്കെ, സയൻസും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാണ് സയൻസിൽ രൂപപ്പെടുത്തുന്നത്?
ഓക്കെ, എത്ര അളവിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയാണ് രൂപപ്പെടുത്തുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു 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 ചർച്ചകൾ പിന്നീട് നമ്മുടെ സമൂഹത്തിൽ ഉടലെടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ കുറച്ചും കൂടി കടന്നുപോയിട്ട് ഈ ഭാഗത്തിനകത്ത് പറയുന്നത് കോമൺ പീപ്പിൾ ആർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ സയന്റിഫിക് ഡിസിഷൻ മേക്കിംഗ്. ശാസ്ത്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് എക്സ്പേർട്ട്. ഇപ്പോൾ സാധാരണ ശാസ്ത്രീയപരമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പലപ്പോഴും കാണുന്നത് ആരാണ്, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള സയന്റിഫിക് മേഖലയിൽ വളരെയധികം പ്രവർത്തന പരിചയമുള്ള ആളുകൾ, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് ഇതിനകത്ത് സാധാരണ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോമൺ പീപ്പിളിന്റെ, പൊതുജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഈ ശാസ്ത്രീയ നയരൂപീകരണത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉണ്ടാവുന്നു എന്നുള്ളത് പിന്നീട് പിൽക്കാലത്ത് വലിയ ചർച്ചയായിട്ട് മാറി എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിലൂടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കുറച്ച് കൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് റിസർച്ചേഴ്സ് ക്രിയേറ്റഡ് എ പവർഫുൾ ടൂൾ ടു സ്റ്റഡി ഹൗ സയൻസ് ആൻഡ് ടെക്നോളജി ആർ കണക്റ്റഡ്. അപ്പം ഈ സയൻസും ടെക്നോളജി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, സോഷ്യോളജിസ്റ്റ് ചില കൺസെപ്റ്റുകളെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് 3 പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് ഷീല ജഷ്നോഫ് മുന്നോട്ട് വെച്ചിട്ടുള്ള കോ പ്രൊഡക്ഷൻ. ഓക്കെ, കോ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പൊ കോ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് സമൂഹവും ശാസ്ത്രവും ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, സമൂഹത്തിലെ അറിവുകളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് കോ പ്രൊഡക്ഷൻ എന്നുള്ളത്. സയൻസ് ആൻഡ് സൊസൈറ്റി ഷെയ്പ്പ് ഈച്ച് അതർ. ഫോർ എക്സാമ്പിൾ അവർ ഐഡിയാസ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഇൻഫ്ലുവൻസ് സയൻസ് ഫണ്ടിങ്, സയൻസ് റിപ്പോർട്ട് ഇൻഫ്ലുവൻസ് പോളിസി ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രീയപരമായിട്ടുള്ള അറിവുകളും സാങ്കേതിക വിദ്യയും രൂപപ്പെടുന്നത് മനുഷ്യരുടെ സാമൂഹിക ജീവിതം മാറുന്നതും പരസ്പരം സ്വാധീനിച്ച് ഒരേ സമയത്താണ് എന്നുള്ളൊരു ആശയമാണ് കോ പ്രൊഡക്ഷൻ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന മാറ്റവും മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിലുള്ള മാറ്റവും ഒരുമിച്ചാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് കോ പ്രൊഡക്ഷൻ എന്നുള്ളത്. രണ്ടും ഒരുമിച്ചാണ് നടക്കുന്നത്. അല്ലാതെ സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതം വേറെ, സയൻസ് ആൻഡ് ടെക്നോളജി വേറെ വഴിക്ക് സഞ്ചരിക്കുന്നു, അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ഇത് രണ്ടും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ആശയം ഈ ഷീല ജസ്നോഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളർ മുന്നോട്ട് വെക്കുന്നു. രണ്ടാമത്തത് സിവിക് എപ്പിസ്റ്റമോളജി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സിവിക് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗര വിജ്ഞാന സിദ്ധാന്തം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൗര വിജ്ഞാന സിദ്ധാന്തം. ഇത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഭരണകൂടം പൊതുസമൂഹങ്ങളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താ പറയാ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ ഭരണകൂടം സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, പൊതുസമൂഹങ്ങളുടെ അഭിപ്രായങ്ങൾ എടുക്കുന്നു. അല്ലാതെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏകപക്ഷീയമായിട്ട് ഈ ശാസ്ത്രീയപരമായിട്ടുള്ള ശാസ്ത്രജ്ഞർ, അതായത് ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ മാത്രം ഇതിനകത്ത് തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയല്ല ചെയ്യുന്നത്. പകരം പൊതുസമൂഹവുമായിട്ട് ഇത് നിരന്തരമായിട്ടുള്ള ഒരു സമ്പർക്കം ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സിവിക് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തിലൂടെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ആശയമാണ് ആക്ടർ നെറ്റ്വർക്ക് തിയറി എന്നുള്ളത്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള സോഷ്യോളജിക്കകത്ത് വളരെയധികം കോമൺ ആയിട്ട് ഉപയോഗിച്ചു പോരുന്ന ഒരു സിദ്ധാന്തമാണ്. അപ്പൊ ഇതിനകത്ത് എന്താണ് ആക്ടർ നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്നത്? ഇത് ലാറ്റർ അതുപോലെ തന്നെ കാലൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് ശാസ്ത്രീയപരമായിട്ടുള്ള അറിവുകളൊക്കെ രൂപപ്പെടുത്തുന്നതിനകത്ത് എല്ലാവരും എന്താണ്, ആക്ടർമാരാണ്. ഓക്കെ, ദിസ് അപ്രോച്ച് ട്രീറ്റ്
not just people but also technology, document, idea, tools as actors. ഓക്കെ, അപ്പൊ എല്ലാവരും എന്താണ്, ആക്ടേഴ്സ് ആണ്. എല്ലാവരും എന്താണ്, പ്രവർത്തന മേഖലയിൽ എന്ത് ചെയ്യുന്നു, പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അതിനകത്ത് കമ്പ്യൂട്ടറുകൾ, അതുപോലെ തന്നെ ടെക്നോളജി, മനുഷ്യര് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാകുന്നു. ഇത് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതിനകത്ത് മനുഷ്യർ വരുന്നു, അതുപോലെ തന്നെ ടെക്നോളജി വരുന്നു, ആശയങ്ങൾ വരുന്നു. ഇതെല്ലാം കൂടിച്ചേർന്നിട്ടുള്ള ഒരു നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കാണ് സമൂഹത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അത് സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിൽ പോലും ശാസ്ത്രീയപരമായിട്ടുള്ള അറിവുകളൊക്കെ ഇങ്ങനെ ഒരു നെറ്റ്വർക്കിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ള ആശയമാണ്. അപ്പൊ ഈ ഒരു സെക്ഷനകത്ത് പറയുന്നത് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറച്ചും കൂടി കൺസെപ്ച്വലി വിശദീകരിക്കുന്ന ഒരു സെക്ഷനാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനിയാണ് ഫേസ് 3 എന്ന് പറയുന്നത് മൂന്നാമത്തെ ഫേസ് എന്താണ്, റീതിങ്കിങ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ സയൻസ് എന്നുള്ളതാണ്. അപ്പം എന്താ പറയാ, ശാസ്ത്രീയപരമായിട്ടുള്ള മേഖലയിലുള്ള എന്താണ് പങ്കാളിത്തം, ആ പങ്കാളിത്തത്തിന്റെ ഒരു പുനർവിചിന്തനമാണ് ഈ മൂന്നാം ഘട്ടത്തിലൂടെ ചർച്ചയായിട്ട് വരുന്നത്. ഓക്കെ, ശാസ്ത്രീയ പങ്കാളിത്തത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പുനർവിചിന്തനം എന്നുള്ളതാണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന കാര്യം. ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റുകളുണ്ട്. ഒന്ന് അപ്സ്ട്രീം, അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകളാണ്. അപ്പൊ ഈ അപ്സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്, സം പീപ്പിൾ ഫ്രം പബ്ലിക് ഹാവ് സ്പെഷ്യൽ നോളജ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ തന്നെ പൊതുജനങ്ങളിൽപ്പെട്ട ആളുകളിൽ തന്നെ ചില ആളുകൾക്ക് അവര് എക്സ്പേർട്ട് ആയിരിക്കില്ല, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല. ഒരു പക്ഷേ കോളേജുകളിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിൽ പോലും അവർക്ക് ചില എന്താണ് പ്രത്യേകമായിട്ടുള്ള അറിവുകളും പ്രത്യേകമായിട്ടുള്ള നൈപുണ്യവും സാധാരണ ഒരു ജനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്തരം ആളുകളുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു നോളജ്, അവരുടെ ഒരു എക്സ്പെർട്ടൈസിനെ സയൻസ് ആൻഡ് ടെക്നോളജി പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ അപ്സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്, ആസ്കിങ് ഒപ്പീനിയൻ ഈവൻ ബിഫോർ. ഓക്കെ, അപ്പൊ നമ്മളൊരു എന്താ പറയാ, ഒരു ടെക്നോളജി രൂപപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യുന്നു, ആളുകളിൽ നിന്ന് ഒപ്പീനിയൻ ശേഖരിക്കുന്നതിനാണ് നമ്മൾ അപ്സ്ട്രീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ആസ്കിങ് ഒപ്പീനിയൻ ആഫ്റ്റർ ടെക്നോളജി ഓൾറെഡി മെയ്ഡ്. ഓക്കെ, നമ്മളൊരു ടെക്നോളജി ഓൾറെഡി രൂപപ്പെടുത്തി, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആളുകളോട് ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ചോദിച്ചറിയുന്നതിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടെക്നോളജി രൂപപ്പെടുത്തിയിട്ട് ഓൾറെഡി എന്ത് ചെയ്തു, ഒരു ടെക്നോളജിയുടെ നിർമ്മാണ ഘട്ടം അവസാനിച്ചതിന് ശേഷം ആളുകളോട് അതിനെക്കുറിച്ച് അഭിപ്രായം ആരായുന്നതിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ അപ്സ്ട്രീം എന്ന് പറയുന്നത് നമ്മൾ ടെക്നോളജി രൂപപ്പെടുത്തിയിട്ടില്ല, അതിനു മുൻപ് തന്നെ എന്ത് ചെയ്യുന്നു, ആളുകളുമായിട്ട് എന്ത് ചെയ്യുന്നു, അഭിപ്രായ രൂപീകരണം നടത്തുന്നതിനെയാണ് നമ്മൾ അപ്സ്ട്രീം അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് രീതി സമൂഹത്തിനകത്ത് നടക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ചില ആളുകൾ എന്ത് ചെയ്യുന്നു, സാധാരണക്കാരിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവർക്ക് എന്താണ് പല കാര്യങ്ങളെ കുറിച്ചും ആധികാരികമായിട്ടുള്ള അറിവുകൾ ഉള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, സയൻസ് ആൻഡ് ടെക്നോളജി വിഷയത്തിലൊക്കെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പറ്റുന്ന ആളുകളുണ്ടാവും. ഇത്തരം ആളുകളെയാണ് ഈ അപ്സ്ട്രീം സ്റ്റേജിൽ പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഈ രണ്ട് അപ്രോച്ചാണ് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറച്ചും കൂടി ഡെമോക്രാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതായത് കുറച്ചും കൂടി ജനാധിപത്യപരമായിട്ട് ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഉറപ്പിക്കുന്ന ഒരു മേഖലയാക്കി സയൻസ് ആൻഡ് ടെക്നോളജിയെ മാറ്റാൻ വേണ്ടിയിട്ട് രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് കൺസ്ട്രക്റ്റീവ് ടെക്നോളജി അസസ്മെന്റ് എന്ന് പറയുന്നത്.
കൺസ്ട്രക്റ്റീവ് ടെക്നോളജി അസസ്മെന്റ്. അപ്പം ഇതിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് നെതർലാൻഡിലാണ്. യൂറോപ്പിലെ ഒരു യൂറോപ്യൻ രാഷ്ട്രമായിട്ടുള്ള നെതർലാൻഡിലാണ് ഇതിന്റെ ഈ ഒരു ആശയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. എന്താണിത് കൺസ്ട്രക്റ്റീവ് ടെക്നോളജി അസസ്മെന്റ്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ വേ ടു ഇൻവോൾവ് സയന്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ് ആൻഡ് പബ്ലിക് ഏർലി ഇൻ ഡിസിഷൻ ആൻഡ് പ്ലാനിങ് ഓഫ് ന്യൂ ടെക്നോളജി. പുതിയൊരു ടെക്നോളജി രൂപപ്പെടുത്തുന്ന ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ശാസ്ത്രജ്ഞരെയും അതുപോലെ തന്നെ എഞ്ചിനീയർ ആയിട്ടുള്ള ടെക്നിക്കൽ എക്സ്പേർട്ടിനെയും പബ്ലിക്കിനെയും പൊതുജനങ്ങളെയും ഒരുമിച്ച് ഇരുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? പുതിയൊരു ടെക്നോളജിയെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ടെക്നോളജി അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സാധാരണഗതിയിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് സൊസൈറ്റിക്ക് ഒരു ബന്ധവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഈ പബ്ലിക്കിന് അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സോഷ്യോളജിസ്റ്റുകളൊക്കെ വാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് എന്താണ്? കോഡ്ലി കണക്റ്റഡ് ടു സൊസൈറ്റിയുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു അപ്രോച്ച്, കൺസ്ട്രക്റ്റീവ് ടെക്നോളജി അസസ്മെന്റ് എന്ന് പറയുന്ന ഈ അപ്രോച്ചിനകത്ത് ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ ടെക്നിക്കൽ എക്സ്പേർട്ടും എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ പബ്ലിക്കും പൊതുജനങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള ഡിസൈനിങ്ങും പ്ലാനിങ്ങും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു രീതി. അതുപോലെ തന്നെ രണ്ടാമത്തെ രീതിയാണ് റിയൽ ടൈം ടെക്നോളജി അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതി USA-ലാണ് രൂപപ്പെട്ടിട്ടുള്ളത്. റിയൽ ടൈം ടെക്നോളജി അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള രീതി. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ദിസ് ലെറ്റ്സ് പീപ്പിൾ ഗീവ് ഫീഡ്ബാക്ക് വൈൽ ടെക്നോളജി ഈസ് സ്റ്റിൽ ബീങ് ഡെവലപ്ഡ്, സോ ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് അലോൺ ദി വേ. ഓക്കെ, അപ്പോൾ ടെക്നോളജി രൂപപ്പെടുത്തുന്ന അതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ആളുകളുമായിട്ട് അഭിപ്രായം രൂപീകരണം നടത്തുകയും അതിനനുസരിച്ച് ആ ഒരു ടെക്നോളജിയുടെ നിർമ്മിതിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന രീതിയാണ് റിയൽ ടൈം ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ റിയൽ ടൈം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കൺസ്ട്രക്റ്റീവ് ടെക്നോളജി അസസ്മെന്റിനകത്ത് ഒരു ടെക്നോളജി രൂപപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യുന്നു? പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു എന്ത് ചെയ്യുന്നു? ചർച്ച നടത്തുകയും അതിനനുസരിച്ച് ഒരു ഡിസൈനിങ്ങും പ്ലാനിങ്ങും ഒക്കെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ റിയൽ ടൈം ടെക്നോളജിയുടെ നിർമ്മാണ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ആളുകളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു രീതിയാണ് അമേരിക്കയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. ഇനി ഈ ഒരു യൂണിറ്റിന്റെ ഒരു അവസാന സെക്ഷൻ എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇന്ത്യ എന്നുള്ള ഒരു സെക്ഷൻ ഇതിനകത്ത് ഉണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ത്യയിൽ എങ്ങനെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി രൂപപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് വിശദീകരിക്കുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് 1980-കളിലാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കാതലായിട്ടുള്ള ഒരു ചർച്ച ഇന്ത്യൻ സമൂഹത്തിനകത്ത് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ 1970-കളിലെ സ്റ്റുഡൻസ് മൂവ്മെന്റ്, അതുപോലെ തന്നെ ആ സമയത്ത് രൂപപ്പെട്ടിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ സയൻസ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഇന്ത്യൻ സമൂഹത്തിനകത്ത് രൂപപ്പെടുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് 1970-കളിലും 1980-കളുടെ ഒക്കെ ഒരു പ്രത്യേകത, ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡെക്കേഡ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്. അപ്പൊ അതിനകത്ത് സ്റ്റുഡൻസ് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ എൻവിറോൺമെന്റ് മൂവ്മെന്റ്സ്, പാരിസ്ഥിതികമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ മൂവ്മെന്റുകളൊക്കെ കുറച്ചും കൂടി ക്രിട്ടിക്കലായിട്ട് സമൂഹത്തെ കുറച്ചും കൂടി നിരൂപണപരമായിട്ട് നോക്കിക്കാണുക എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മൂവ്മെന്റുകളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത് ഒന്നുകിൽ ഒരു മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ബേസിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഗാന്ധിയൻ ഐഡിയോളജിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് ഈ മൂവ്മെന്റുകളൊക്കെ നടക്കുന്നത്. അപ്പൊ ഈ മൂവ്മെന്റുകളൊക്കെ സയൻസും ടെക്നോളജിയും അതുപോലെ തന്നെ മനുഷ്യ സമൂഹവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ഈ മൂവ്മെന്റുകളൊക്കെ. അപ്പൊ ഈ മൂവ്മെന്റുകളൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റിന്റെ ഭാഗമായിട്ടാണ് പല മൂവ്മെന്റുകൾ, പ്രത്യേകിച്ച് പരിസ്ഥിതി എൻവിറോൺമെന്റ് മൂവ്മെന്റുകളൊക്കെ ഈ രീതിയിലാണ്. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി മൂലം ഉണ്ടായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള വിപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മൂവ്മെന്റുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് അപ്പം ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചിട്ടുള്ള ഒരു
പഠനം ഇന്ത്യൻ സമൂഹത്തിനകത്ത് ആവശ്യമാണ് എന്നുള്ള ഒരു ചർച്ചകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകൾ എന്ന് പറയുന്നത് ഡി കോസാംബി, സോഷ്യോളജിസ്റ്റുകളും അതുപോലെ തന്നെ ഹിസ്റ്റോറിയൻസും ഒക്കെ. അപ്പോൾ കോസാംബിയൊക്കെ എന്താണ്, ഹിസ്റ്റോറിയൻസ് ആണ് സമൂഹം. അതുപോലെ തന്നെ ഇർഫാൻ അബീബിനെ പോലത്തെ ആളുകൾ, ആശിഷ് നന്ദിയെ പോലത്തെ ആളുകൾ, അതുപോലെ തന്നെ വന്ദന ശിവൻ, അതുപോലെ തന്നെ ശിവ് വിശ്വനാഥൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി മായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1970-കളിൽ JNUവിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്. ഓക്കെ, അപ്പൊ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ രൂപീകരണം സയൻസ് ആൻഡ് ടെക്നോളജിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കാതലായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ കാരണമായി എന്നുള്ളതാണ്. 1970-കളിലാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്കകത്ത് ഇത്തരത്തിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപീകരണം ഉണ്ടാകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 1990-കളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ, സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ 1990-കളിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ 2004 വീരാനന്ദ ഇറക്കിയിട്ടുള്ള ഒരു ബുക്ക് പ്രോഫിറ്റ് ഫേസിങ് ബാക്ക്വേർഡ് ഫ്യൂവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും JNUവിൽ സെന്റർ ഫോർ സ്റ്റഡീസ് ഇൻ സയൻസ് പോളിസി, അത് 1996 അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് JNUവിൽ രൂപപ്പെട്ടു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിനകത്ത് സെന്റർ ഫോർ നോളജ് കൾച്ചർ ആൻഡ് ഇന്നോവേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് വന്നു. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിനകത്ത് സെന്റർ ഫോർ സ്റ്റഡീസ് ഇൻ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസീസ് 2009 രൂപപ്പെട്ടു. അപ്പൊ ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളുടെയൊക്കെ രൂപീകരണം എന്ത് ചെയ്തിട്ടുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി എങ്ങനെയാണ് സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നതിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ചർച്ചകൾ ഇന്ത്യൻ സമൂഹത്തിനകത്ത് ഉണ്ടാവാൻ കാരണമായി എന്നുള്ളതാണ്. പിന്നീട് ഈവൻ IITs അതുപോലെ തന്നെ ഐസർ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സയൻസ് ആൻഡ് ടെക്നോളജിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ഹെഡിങ് വരുന്നത് പബ്ലിക് എൻഗേജ്മെന്റ് വിത്ത് സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ടുള്ള ജനങ്ങളുടെ പങ്കാളിത്തം. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് നമുക്ക് 2 കൺസെപ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ STS, സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നതും, മറ്റൊന്ന് പെസ്റ്റ് അല്ലെ. അപ്പോൾ സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇനി പറയാൻ പോകുന്നത് പെസ്റ്റിനെ കുറിച്ചാണ്. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് എൻഗേജ്മെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് പൊതുജന പങ്കാളിത്തം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഈ ഒരു സെക്ഷനിലൂടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണ്, ബ്രിങ്ങിങ് പബ്ലിക് ഇൻ ടു സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്തേക്ക് എന്താ ചെയ്യുക, പൊതുജനങ്ങളെ എത്തിക്കുന്ന ഒരു ആശയമാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അപ്പൊ ഇതിനകത്ത് 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഷുഡ് ഓർഡിനറി പീപ്പിൾ ലൈക്ക് ഫാർമേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഹാവ് കണക്ഷൻ ടു സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ സയൻസ് ഷുഡിൻ കൺഫൈൻ വിത്തിൻ ലബോറട്ടറി. ഓക്കെ, നമുക്കറിയാം ശാസ്ത്രം എന്ന് പറയുന്നത് ഈ എന്താണ്, ലാബ് റൂമുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ശാസ്ത്രം എന്നുള്ളത്. പകരം എന്താണ്, ഇറ്റ് ഷുഡ് കണക്ട് വിത്ത് ദി റിയൽ വേൾഡ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പൊതുജനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് സമ്പർക്കത്തിലൂടെ രൂപപ്പെടേണ്ട ഒന്നാണ് സയൻസ് എന്ന് പറയുന്നത്, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അല്ലാതെ എന്താണ് ഈ ലബോറട്ടറിയിൽ മാത്രം അതിന്റെ പരീക്ഷണങ്ങൾ ഒതുങ്ങി നിൽക്കുകയും അത് പൊതുജനങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള എന്താ പറയുക കണക്ഷൻ ഇല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു എൻറ്റൈറ്റി ആയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയെ സോഷ്യോളജിസ്റ്റുകൾ കാണുന്നില്ല. അതുകൊണ്ട് എന്താണ് പറയുന്നത്, സയൻസ് ഷുഡ് കണക്ട് വിത്ത് ദി റിയൽ വേൾഡ്. ആളുകളുമായിട്ട് നിരന്തരമായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു സമ്പർക്കം ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ, ഈ സയൻസ് ഓൾവേസ് റൈറ്റ്, എല്ലാ ഘട്ടത്തിലും സയൻസ് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
അല്ലെ? വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ജനങ്ങളുടെ അഭിപ്രായ രൂപീകരണം നടത്തുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ശാസ്ത്ര യഥാർത്ഥത്തിൽ ശരിയായിരുന്നു തെറ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ചോദ്യം മുന്നോട്ട് വെക്കുന്നത് ജനങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം എന്തിനാവശ്യമുണ്ട്, സയൻസിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കാരണം സയൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഡസ് ഇറ്റ് കൺസിഡർ ഓർഡിനറി പീപ്പിൾസ് നീഡ്സ്? സയൻസ് എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നു, സാധാരണക്കാരുടെ ആവശ്യങ്ങളെ മുൻനിർത്തിയാണോ പ്രവർത്തിക്കുന്നത്? നമുക്ക് പലപ്പോഴും എന്താണ് ഡൗട്ട് വരുന്നൊരു കാര്യമാണ് അല്ലെ? സയൻസ് എല്ലായ്പ്പോഴും അങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മൾ എന്താ പറയാ ഇൻവെൻഷന് വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്നത്, സ്പേസ് എന്താണ് ഇൻവെൻഷനൊക്കെ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സയൻസ് ആൻഡ് ടെക്നോളജി എത്രത്തോളം ഉപയോഗിക്കപ്പെടുന്നു, ഓക്കെ, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ആയുധ നിർമ്മാണത്തിനും മറ്റു മേഖലയിലും എത്രത്തോളം ഉപയോഗിക്കപ്പെടുന്നു, ഓക്കെ, ഇതൊക്കെ വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. അതായത് എന്ത് ചെയ്യുന്നത്, സയൻസ് കൺസിഡർ ഓർഡിനറി പീപ്പിൾസ് നീഡ്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾ ശാസ്ത്രം കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ഇത്തരം ഒരു ടോപ്പിക്, ഓക്കെ, അതായത് പബ്ലിക് എൻഗേജ്മെന്റ് വിത്ത് സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് സാധാരണക്കാർ എത്രത്തോളം, പൊതുജനങ്ങൾ എത്രത്തോളം എന്ത് ചെയ്യുന്നത്, എൻഗേജ് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നത് ഇതിനെ സംബന്ധിച്ച് ഈ ഒരു ഭാഗം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഡിഫറെന്റ് വേസ് ഓഫ് എൻഗേജ്മെന്റ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ് കൺസെപ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് എന്താണ്, പ്രത്യേകിച്ച് സോഷ്യോളജിസ്റ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത്, സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് ആക്ച്വലി ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് സൊസൈറ്റി ആൻഡ് ഓർഡിനറി പീപ്പിൾ, സാധാരണ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ത്, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതാണ് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ചർച്ച ചെയ്യുന്നത്.